Welcome to Superstar Junior. Powered by Nirapara, co-presented by Nandanam Sanitaries. Yes, so Anjali. Yes. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു സ്റ്റേജ് അകലെയാണ് ഫ്രം ദ ഗ്രാൻഡ് ഫിനാലെ. അതെ, നമ്മുടെ എല്ലാ സെമി ഫൈനൽ പെർഫോമൻസസ് ഇവിടെ കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ആരൊക്കെ പോവും, ആരൊക്കെ ഫൈനലിലേക്ക് പോകും. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും സെമി ഫൈനൽ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് നോക്കാം. സുജാത ചേച്ചി. സെമി ഫൈനൽ തുടങ്ങിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കുട്ടികൾ ആദ്യത്തെ കുറച്ച് പെർഫോമൻസ് നമ്മൾ വിചാരിച്ച പോലെ അത്ര സ്ട്രോങ് ആയില്ല എന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും പിന്നെ ഭയങ്കര പാട്ടായി തുടങ്ങി. ഇതിൽ നല്ല ടൈറ്റായിരുന്നു. ഞങ്ങൾ മാർക്കിങ്ങും ഞങ്ങളിപ്പോൾ പോയി ടാലി എല്ലാം ചെയ്ത് നമ്മൾ ഇതാ ഇതില് റിസൾട്ട് ഉണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. സോ ഐ തിങ്ക് നമ്മൾ കൂടുതൽ ഇനി വെച്ച് നീട്ടാണ്ട് 9 കണ്ടസ്റ്റൻസിനെ ആ വേദിയിലേക്ക് വരാൻ പറഞ്ഞാലോ? തീർച്ചയായും പറയാം. അതിനു മുമ്പ് വിൽ ജസ്റ്റ് get to know what you people thought, I mean, you know, experience during the semi-finals. Yeah, with that, but I'll also say that നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നോ രണ്ടോ പേര് സെമി ഫൈനലിൽ ശരിക്കും മേഡ് എ ബിഗ് ടേൺ അറൗണ്ട്. എന്ന് പറയാം, സൂപ്പർ സ്റ്റാർ ജേർണി എന്ന് പറയുന്നതിൻ്റെ ഒരു സീരിയസ്നെസ് വളരെ ശക്തമായിരുന്നു. ആ ഷോ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ മനസ്സിലായി. കാരണം ദ കണ്ടസ്റ്റൻസ് വർ അമേസിങ്. ഫിനാലെ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കാഴ്ചക്കാർക്കൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഫൈനൽ പീക്കാണ്. പക്ഷേ അവർ 18 ഫ്രം ദ 18 to 9 പിന്നെ അടുത്ത തിരഞ്ഞെടുക്കാൻ പോകുന്ന ഫിനാലെ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പവർ ഓഫ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ ലെറ്റ്സ് ബി പ്രൗഡ് ഓഫ് അവർ കണ്ടസ്റ്റൻസ്, ലെറ്റ്സ് ബി പ്രൗഡ് ഓഫ് അവർ സൂപ്പർ ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയർ. Yes, we are all proud of our contestants. Superstar Juniors. So, നമ്മുടെ Superstar Juniors എല്ലാവരും, the whole 9 contestants, please on stage. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? എന്തിനാ? ഓ, എല്ലാവരും ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഗജനാവ് പൊട്ടിക്കാല്ലേ? ഗജനാവ് പൊട്ടിക്കാം, ഉറപ്പായിട്ടും പൊട്ടിക്കാം. അത് നമുക്ക് ഇവിടെ വെച്ച് പൊട്ടിച്ചാൽ നല്ലതായിരിക്കും. ഞങ്ങൾ അങ്ങോട്ട് അതും എടുത്തുകൊണ്ട് വരികയാണ്. വരൂ, കുറെ എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് വരല്ലേ? അറിയാം, അറിയണ്ടേ നമുക്ക്? റെഡിയാണോ എല്ലാവരും? റെഡി? യെസ്, റെഡി. ഓക്കേ. അപ്പോൾ അങ്ങനെ 8 മാസത്തെ കഠിന പ്രയത്നം കഴിഞ്ഞ് ഹൂ നെക്സ്റ്റ് ഇൻ ടു ദ ഫൈനൽസ് എന്ന സ്റ്റേജ് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ചേച്ചി ആ ബോക്സ് ഒന്ന് തുറക്കാൻ. അതെ, ഇത് ചേച്ചി ഞാൻ തുറന്നില്ലെങ്കിൽ ആൾക്കാർ എടുത്ത് പൊട്ടിക്കുന്ന അവസ്ഥയിലാണ്. എനിക്ക് തന്നെ ഇത് പിടിക്കുമ്പോൾ ഒരു ഭാരം, വല്ലാത്ത ഭാരം. അത് റെഡി, അത് നല്ല വെയിറ്റ് ആയിട്ടിരിക്കുകയാണ് അവിടെ. ഓക്കെ, പക്ഷേ ആ വെയിറ്റ് വേഗം അവസാനിക്കൂ, പൊട്ടിക്കൂ. ആ വെയിറ്റ് ഇനിയും കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതൊന്നും പറ്റൂല, പ്ലീസ്. അതല്ല, ഞങ്ങള് ഇതിലുണ്ട്, റിസൾട്ട് ഇതിലുണ്ട്. പക്ഷേ ഒരു സർപ്രൈസ് ആണ് നിങ്ങൾക്ക്. നമ്മൾ യൂഷ്വലി എല്ലാത്തിലും ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് ഫൈനലിസ്റ്റ്. ഇപ്പോൾ ഒരു സർപ്രൈസ് ആയിട്ട് നിങ്ങളെ വന്ന് അറിയിക്കും. വീട്ടിൽ വന്ന് പറയും ഓഡിയൻസിനും. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും വെയിറ്റിംഗ് ടൈം ഉണ്ട്. ഇതിലിപ്പോ 3 ആവാം, 4 ആവാം, 5 ആവാം, 6 ആവാം, 7 ആവാം, 8 ആവാം, 9 ആവാം. എത്ര പേര് ഫൈനലിൽ ഉണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്കറിയാം, എത്ര പേര് മത്സരിക്കാൻ പോകുന്നു. ഓക്കേ, സോ I think maybe for the first time ആയിരിക്കും ഒരു ചാനൽ ഹിസ്റ്ററിയിൽ തന്നെ, അതെ, ചരിത്രത്തിൽ. സോ ഓക്കേ, ആ ഒരു ഗുഡ് തോട്ട്. And the tension is increasing. അതുവരെ പിള്ളേർ നല്ലപോലെ പോയി പഠിക്കുക, സ്കൂളില്ലെങ്കിൽ ചുമ്മാ വെറുതെ കളിച്ചൊക്കെ എൻജോയ് ചെയ്യുക. വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കുക. 100% മൈൻഡ് ഫ്രീ ആവില്ല, കാരണം ഇവരൊക്കെ ടെൻസ്ഡ് മൂഡിലായിരിക്കും. പക്ഷെ എന്തായാലും ഇവര് ടെൻഷൻ ആവുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രേക്ഷകരും ഞങ്ങളടക്കം നമുക്ക്
ടെൻഷൻ ഉണ്ട്. അതാണ് ഈ ഷോന്റെ ഒരു പേസ് എന്ന് പറയുന്നത്. അതെ, yes, അപ്പൊ ആ പേസ് എൻജോയ് ചെയ്യാം. ലെറ്റ്സ് എൻജോയ്. പിന്നെ നിങ്ങൾക്കും തീരുമാനിക്കാം ആരായിരിക്കുന്നു, പ്രേക്ഷകർക്കും തീരുമാനിക്കാം. അറിയാം. Let them keep guessing. സോ ഈ ഭാരമേറിയ ഈ പേടകം ഞാൻ സ്നേഹത്തോടെ അഞ്ജലി ഏൽപ്പിക്കുന്നു. ഇനി അഞ്ജലിയുടെ ചുമതലയാണ് അറിയിക്കുന്നത് ഇവരെ. അതെ. Okay. അല്ല, ഇത് നമ്മുടെ എന്താ പറയാ വളരെ സീരിയസ് സിറ്റുവേഷനിൽ പറയണ പോലെ അറിയിക്കേണ്ടവരെ അറിയിക്കണം. ഇതാ ഷൂ കടയുടെ ഒരു ലോക്കറിൽ ഇരിപ്പുണ്ടാവും. എപ്പോഴാണ് എനിക്കൊരു അറ്റാക്ക് വരിക? അല്ല, എന്തായാലും അപ്പൊ അഞ്ജലി യെസ് രജത്, സെമി ഫൈനൽ കഴിഞ്ഞിട്ടിപ്പോഴാണ് ശരിക്കും പറഞ്ഞ അഞ്ജലിയുടെ ജോബ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയി മാറിയത്. അതെ അതെ, I understand. അതെ അതെ, ഇതുവരെയൊക്കെ ഇത് ഫണ്ണായിരുന്നു. അതെ. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫൈനലിസ്റ്റ് ആരൊക്കെയാണ് എന്നുള്ള അറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ന്യൂ ജേർണി. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൈനലിസ്റ്റുകളെ തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ. എനിക്ക് ആ ഒരു വലിയ ദൗത്യം കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സുജാത ചേച്ചി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രജത്ത് മുങ്ങി സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ എന്നൊക്കെ. യെസ്, അപ്പോൾ നമ്മൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൈനലിസ്റ്റുകളെ തേടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ. എനിക്ക് ആ ഒരു വലിയ ദൗത്യം കിട്ടിയത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. സുജാത ചേച്ചി എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രജത്ത് മുങ്ങി. എന്തായാലും ഞാൻ ആ ജേർണിയിലാണ്, നിങ്ങളും ഉണ്ടാവും എൻ്റെ കൂടെ. അപ്പം നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഫൈനലിസ്റ്റുകളെ തേടിയുള്ള ഈ യാത്ര എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓഡിഷൻസ് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാലിക്കറ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും ആരുടെ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നതെന്ന്. നമ്മുടെ ഗ്ലിറ്ററി ഡ്രസ്സൊക്കെ ഇട്ട് വരെ നമ്മുടെ സുന്ദരി കുട്ടിയായ ഋതിക കുട്ടിയുടെ വീട്. നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഋതികേൻ്റെ വീടിൻ്റെ മുന്നിൽ ഫൈനലി എത്തി. ഏർലി മോർണിംഗ് ആണ്. ഋതിക എണീറ്റോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പോയി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ സർപ്രൈസ് നമുക്ക് ഋതികേനെ അറിയിക്കാം. ഓക്കെ, ഋതിക കുട്ടി സർപ്രൈസ് ചെയ്യാൻ പോവാണ്. ലെറ്റ്സ് സീ എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ എന്നൊക്കെ. ഋതിക കുട്ടി ഉണ്ടോ? ആന്റി നാണിച്ചിരിക്കണോ? അങ്കിളും ആന്റിയും ഭയങ്കര നാളായിട്ട് ഓടിച്ചു വന്നിരിക്കുകയാണ് ഋതിക കുട്ടീനെ വിളിക്കാൻ. എന്താണ് ഞാൻ വന്നതെന്ന് മനസ്സിലായോ? You are selected for the Super Star Junior Finals. എന്താണ് സന്തോഷം? ഇതെന്താ ബ്രഷ് ഒക്കെ ചെയ്യാതെ നമുക്കൊന്ന് ഫ്രഷനൊക്കെ പാവണ്ടേ? അല്ല, എന്റെ സ്കൂളിലൊന്നും പോണില്ലേ? സത്യം പറഞ്ഞ എല്ലാ ദിവസം ലീവ് എടുത്ത് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓ ആണല്ലേ, അപ്പൊ ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പൊ എന്തായാലും സാരമില്ല. അപ്പൊ ഒന്ന് റെഡി ആയിട്ടൊക്കെ വരണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വരണം. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് കുറച്ച് സമയം ഋതിക്ക് കൂടി കൊടുക്കാം. അയ്യോ, ഇത്രയും വലിയൊരു ഷോക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇത്രയും വേഗം വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇന്ന് സ്കൂളിലൊന്നും പോവാതെ 11 മണി വരെ കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് രാവിലെ വന്നത്. പെട്ടെന്ന് ഇടിപിടിന്ന് എണീച്ച് വന്നു. അഞ്ജലി ചേച്ചീനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. അപ്പോൾ മനസ്സിലായി സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഫൈനലിൽ ഞാൻ സെലക്ട് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൈനൽസിൽ നമ്മൾ ഋതിക കുട്ടി സെലക്ട് ചെയ്ത കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞു. ഋതിക കുട്ടിയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ.
അപ്പോൾ അവർക്ക് കുറച്ച് സമയം നമ്മൾ കൊടുത്തു അല്ലേ ഒന്ന് ഫ്രഷനപ്പ് ആവാൻ. അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഋത്തിക കുട്ടിയുടെ അച്ഛനും അമ്മയുണ്ട്. അച്ഛനും അമ്മയും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ, എല്ലാ എപ്പിസോഡ്സിലും നമ്മുടെ കൂടെ തന്നെ വന്നിരുന്നിട്ടുണ്ട്. അങ്കിൾ നമ്മൾ റിയാക്ഷനൊക്കെ കണ്ടു, ഭയങ്കര ഒരു ഞെട്ടലും ഒക്കെ ആയിരുന്നു, ആകെ ഓടലും എന്തൊക്കെയായിരുന്നു, ബഹളമായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷെ എന്തായിരുന്നു ഉള്ളിൽ പാട്ടൊക്കെ കേട്ട് നമുക്കൊരു ഉള്ളിലൊരു തോന്നലുണ്ടായിണ്ടാവില്ലേ, കിട്ടും എന്തായാലും കിട്ടുമായിരിക്കും എന്നൊക്കെ. അപ്പം എന്തായിരുന്നു തോന്നിയിട്ടുണ്ടാവുക? സെമി ഫൈനൽസ് റൗണ്ടിൽ അവർക്ക് കിട്ടിയ സോങ്സ് ഒക്കെ അവിടെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. പിന്നെ ജഡ്ജസിൻ്റെ അടുത്ത് നല്ല കമൻസാണ് കിട്ടിയത്. അവർ നന്നായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത് അവൾ പാടിയ സോങ്ങൊക്കെ നന്നായിട്ടുണ്ട്, നല്ല സെലക്ഷൻ ആയിരുന്നു സോങ്സൊക്കെ. പിന്നെ ഇത് തീരെ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നുള്ള ഈ വരവ് തീരെ. സോ ആൻറ്റി, നമ്മുടെ സെമി ഫൈനൽ റൗണ്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ സുജാത ചേച്ചിയുടെ മാർക്സ് ഹിഡൻ ആയിരുന്നു അല്ലേ. നമുക്ക് ആർക്കും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ആർക്കാണ് എന്താണോ ഒന്നും അറിയില്ല. അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്നു. ആൻറ്റിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ടെൻഷൻ ആയിരുന്നോ അതോ കോൺഫിഡൻ്റ് ആയിരുന്നോ? കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ ഇതുവരെ കുഴപ്പമില്ലാതെ പാടി. ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലേ. യെസ്, ഋതിക കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഗ്രാജുവലി വന്നു പോകും അല്ലേ. നമുക്ക് പേടിയൊന്നും തോന്നില്ല മോളുടെ മുഖമൊന്നും കാണുമ്പോൾ. അപ്പോൾ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വ്യൂവേഴ്സ് ഉണ്ട് ഇനി അല്ലേ. നമ്മുടെ ഋതിക കുട്ടിയുടെ പാട്ടൊക്കെ കേട്ട് ഇഷ്ടവും അല്ലേ, എത്ര സപ്പോർട്ട് ആൻഡ് ലവ് എത്രയാണ് അവർ നമുക്ക് സെൻഡ് ചെയ്തത്. അവരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതുവരെ നല്ല സപ്പോർട്ടാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് മോൾക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് നന്നായി പാടുന്നുണ്ട് ഋത്തിക. പിന്നെ അവരുടെ പ്രാർത്ഥനയും ഉണ്ട് കൂടെ. ഇനിയും അത് തുടർന്ന് ഇനി ഞങ്ങൾക്ക് ഇനി അവരുടെ പ്രാർത്ഥന ഇനി കിട്ടണം എൻ്റെ മോക്ക് എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. തീർച്ചയായും അവരുടെ എല്ലാ സപ്പോർട്ടും ഋതിക കുട്ടിക്ക് ഉണ്ടാവും. ഇതുവരെ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ പ്രിയ പ്രേക്ഷകർ എല്ലാ സപ്പോർട്ടും തന്നു, ഇനി അങ്ങോട്ടും ഉണ്ടാവട്ടെ. ഞാൻ അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അമ്മാമ്മേനെ അമ്മച്ചനാണ്. ഇവർ രണ്ടാളും എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. റിറ്റുമോള് ഈ നിലയിൽ എത്തിയതിൽ അമ്മച്ചന് വളരെ സന്തോഷമുണ്ട്. ഇനിയും വളരെ നല്ല നിലയിൽ എത്തട്ടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മോള് ഫൈനൽ വരെ എത്തിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് പോട്ടെ എന്നുള്ള ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. മൗനമേ വേദമാ. ഇതാണ് അരുൺ ചേട്ടൻ, എന്നെ പാട്ട് പഠിപ്പിക്കുന്ന ഈ ചേട്ടനാണ്. അപ്പം ഋതുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഋതുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഋതുവിൻ്റെ കോൺഫിഡൻസ് ആണ്. ഋതു എന്ന് പറഞ്ഞാൽ ഞാൻ ഋതിക്ക് ഋതു എന്നാണ് വിളിക്കാറ്, ഋതുവിൻ്റെ പെറ്റ് നെയിമാണ്. പിന്നെ ഋതു ഒരു പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് പതിവ്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഋതു അതിന് മുമ്പ് തന്നെ ഒരുവിധം പാട്ട് നല്ലോണം കേട്ടിട്ട് അത് പഠിക്കും. അതാണ് ഋതുവിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. പിന്നെ നല്ല കോൺഫിഡൻറ്റോടുകൂടി പാടാനുള്ളൊരു സ്റ്റേജ് പ്രസൻസും എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് ഋതുവിനുണ്ട്. ഇപ്പോൾ ഫിനാലെ വരെ എത്തി. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും വിശ്വസും ഋതുവിനുണ്ടാവണം. മാക്സിമം നല്ല രീതിയിൽ പാടാൻ ഈശ്വരൻ നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഋതിക, നമ്മൾ സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ ഓഡീഷൻസിൽ തുടങ്ങി. ഇപ്പൊ നമ്മൾ എവിടെയാ നിൽക്കണേ? ഫൈനൽസ്. യെസ്. അപ്പൊ എന്താണ് മോൾക്ക് തോന്നുന്ന ഫീലിംഗ്? നല്ല സന്തോഷമുണ്ട്. ഇതുവരെ എത്താൻ പറ്റിയത് വളരെ ഭാഗ്യമാണ്. ദൈവത്തോട് നന്ദി പറയുന്നു. ഓക്കെ. സോ ഋതിക കുറേ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയർ എത്ര സ്പെഷ്യൽ ആയിരുന്നു? എല്ലാം കൊണ്ട് സൂപ്പർ സ്റ്റാർ ജൂനിയർ സ്പെഷ്യൽ. അപ്പോൾ എന്താണ് ആ ഒരു ഫേവറേറ്റ് ഫാക്ടർ? ഫസ്റ്റ് ഓഫ് ഓൾ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ ആങ്കേഴ്സ്. എനിക്ക് വയ്യ, രജത്തിനത് കേൾക്കാനുള്ള ഭാഗ്യമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ആ ഭാഗ്യം. ഓക്കെ, അടിപൊളി. പിന്നെ ജഡ്ജസ്, ഫ്രണ്ട്സ്, യെസ്, അങ്ങനെ എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും. ഓക്കെ, വെരി നൈസ്. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഈ ജേർണിയിൽ മോൾ കുറേ നല്ല പെർഫോമൻസ് ചെയ്തു അല്ലേ? അപ്പോൾ മോളുടെ ഫേവറേറ്റ് പെർഫോമൻസ് ഏതാ? കുറേ പെർഫോമൻസ് ഇഷ്ടമാണ്. എന്നാലും ആ ഒരു വൺ പെർട്ടിക്കുലർ സോങ് ആദ്യം ഓർമ്മ വരുന്നത് പാടുന്നില്ലാവ എന്ന പാട്ട്. ആഹാ, എന്താ ആ പാട്ടിനോട് ഇത്ര ഇഷ്ടം? അത് ചിത്രാണ്ടി ഉണ്ടായിരുന്നു ആ പാട്ട് പാടുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് നല്ല പെർഫോം ചെയ്യാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
ഓക്കെ, അപ്പൊ ചിത്രാൻറ്റിയുടെ നല്ല കമന്റ്സ് ഒക്കെ കേട്ടിട്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കണ്ടാലോ? കാണാം. ഓക്കെ ഓക്കെ. ഋതികക്കുട്ടി, എന്തോ ഋതികക്കുട്ടി നമ്മുടെ ഷോയില് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ ജഡ്ജസ് അല്ലേ? അപ്പൊ നമുക്ക് 3 ജഡ്ജസ് ഉണ്ടായിരുന്നു, നമ്മുടെ വിജയ് ചേട്ടനും സ്റ്റീഫൻ ചേട്ടനും സുജാത ചേച്ചിയും. നമ്മുടെ ഫേവറേറ്റ് ജഡ്ജ് ഏതാ ഋതികക്കുട്ടിയുടെ? സുജാതാന്റി ആണോ? അതെന്താ സുജാത ചേച്ചിനെ ഇത്ര ഇഷ്ടം? സുജാതാന്റി ഭയങ്കര ക്യൂട്ടല്ലേ? ആണ്. സുജാതാന്റി എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യും. പിന്നെ ഞാൻ ശ്വേത ചേച്ചിയുടെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആ ശരിയാണ്. അത് ഏതായിരുന്നു മോള് പാടിയ നല്ലൊരു പാട്ടുണ്ടായിരുന്നല്ലോ? യെസ്. അപ്പൊ നമുക്ക് NSL കേൾക്കാം അല്ലേ? ഓക്കെ. காத்தோடு வீச முத்து முத்து பார்க்க நெஞ்சில் முத்து முத்து வேர்க்க புத்த புது வாழ்க்கை என்ன உன்னோடு சேர்க்க என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றோடு நாம் ஒன்றாகும் நாள் என்னோடு நீ உன்னோடு நான் ஒன்றாகும் நாள். സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് അല്ലേ, എന്തൊരു ഫൺ ടൈം ആയിരുന്നു, എന്ത് രസമായിരുന്നു എല്ലാവരും കൂടി കളിയും ചിരിയും. ഇപ്പൊ കുറെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കിണ്ടാവില്ലേ? അപ്പൊ ഈ ഫ്രണ്ട്ഷിപ്സ് മോളെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയി? എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പിന്നെ കുറച്ചുപേര് ഭയങ്കര ഫണ്ണിയാണ്, പിന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എൻ്റെ കുറേ പാട്ടിന് കോറസ് പാടി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ശരിയാണ്. എത്ര പാട്ടുകൾക്ക് കോറസ് പാടിയിട്ടില്ല അല്ലേ മോളെ? അപ്പോൾ ആ പാടിയ കോറസ് പാടിയ അത്രയും കുറേ നല്ല പാട്ടുകളുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാ? അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് പഞ്ചവർണ്ണ തത്ത പോലെ തന്നെ പാട്ട്. പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ പഞ്ചസാര വാക്കുകൊണ്ട് നെഞ്ചു തളരണ പൊന്നേ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ ആ കൊഞ്ചി വന്ന പെണ്ണേ. ഇപ്പൊ കോഴിക്കോട് വന്നിട്ട് ബീച്ച് കാണാതെ വിടില്ല എന്നാണ് ഋതികക്കുട്ടി എന്നോട് പറഞ്ഞത്. അല്ല ഋതികക്കുട്ടി, എന്താ അടിപൊളി ബീച്ചാണ്. എപ്പോഴും വന്നിരിക്കാറുണ്ടോ ഇവിടെ? സമയം കിട്ടുമ്പോഴൊക്കെ. അപ്പൊ എന്നിട്ട് എന്താ പാട്ടൊക്കെ പാടും ഇവിടെ? ഓക്കെ. അപ്പോൾ ഋതികക്കുട്ടി, നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ ഋതികക്കുട്ടി ചെയ്ത പെർഫോമൻസിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടൊരു പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ഡാൻസേഴ്സൊക്കെ വന്ന് അടിച്ചു പൊളിച്ചൊരു പെർഫോമൻസ്. അത് ഏത് പാട്ടായിരുന്നു? ആ, അപ്പോൾ അത് നമുക്ക് കണ്ടാലോ? ഓക്കെ. മണ്ണുക്കുൾ നീ നല്ല നീരമ്മ കാത്തു കനലു നീയമ്മ വാനത്തെ പോൽ നിன்று പാരമ്മ വந்தேன் தேடி நானம்மா இந்த மனம் முழுதும் நீதானே வந்த வழி துணையும் நீதானே தங்கத்திருவடிய தொழுதோமே இங்கு மனம் முருக அழுதோமே சீரேஸ்வரி காமேஸ்வரி மேராறு நீதானே காப்பு மாரியம்மா மாரியம்மா
കുറേ മുകളിലെ പഴയ നല്ല പാട്ടുകൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പഴയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അത് ജാനകിയമ്മ പാടിയ പൊൻവാനം പനിയെടുത്തത്. ഓ യെസ്, ആ നല്ലൊരു പാട്ടായിരുന്നു അല്ലേ അത്. നല്ല കമൻസ് ഒക്കെ കിട്ടിയില്ലേ ജഡ്ജസിൻ്റെ നിന്ന്? ശരത് സാർ ഗസ്റ്റായി വന്ന എപ്പിസോഡിലെ പാട്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? ഓക്കെ. കുട്ടിയുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഓഡിഷൻസ് തുടങ്ങി. ഇവിടെ വരെയുള്ള എല്ലാ പെർഫോമൻസുകളും നിങ്ങൾ കണ്ടു. ഇനി ബാക്കിയുള്ളത് എന്താ? ദ ഫൈനൽ പെർഫോമൻസ് അല്ലേ, നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ അല്ലേ ഋതിക കുട്ടി? അതെ. അപ്പോൾ എന്താ, റെഡി അല്ലേ? അടിച്ച് പൊളിച്ച് ഞാൻ തകർക്കും. യെസ്, തകർക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിനു വേണ്ടി കുറച്ച് കാത്തിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് എന്താ? അടുത്ത ഫൈനലിസ്റ്റുകൾ ആരെല്ലാമാണെന്നല്ലേ. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഈ ജേർണി ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം അല്ലേ ഋതിക? അതെ ചേച്ചി, ഞാനും എല്ലാവരും എക്സൈറ്റഡ് ആണ് ആരാണ് എൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. യെസ്, അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സ്കൂള് വിട്ട സമയം ഭയങ്കര തിരക്കാ. നമുക്ക് ചെറിയൊരു പണി പറ്റിയെന്നാ തോന്നുന്നത്. സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൈനലിസ്റ്റുകളെ സർപ്രൈസ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഞാനിപ്പോൾ. സോ നമ്മുടെ ജഡ്ജസ് സെലക്ട് ചെയ്ത അടുത്ത ഫൈനലിസ്റ്റ് ആൻ ബെൻസൺ ആണ്. സോ ഒട്ടും സമയം വൈകാതെ ലെറ്റ്സ് ഗോ ടു ഹർ. ട്രിവാൻഡ്രം ജില്ലയിൽ ശാസ്തമംഗലം എന്ന സ്ഥലത്താണ് ആൻ ബെൻസന്റെ വീട്. നമുക്കൊരു ചേഞ്ചിന് ആൻ ബെൻസന്റെ സ്കൂളിൽ പോവാം. ഓക്കെ, കവടിയാർ ക്രൈസ്റ്റ് നഗർ എന്ന സ്കൂളിലാണ് ആൻ ബെൻസൺ പഠിക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. സോ ആൻ ബെൻസന്റെ സ്കൂളിലാണ് നമ്മളിപ്പോൾ. സ്കൂള് വിട്ട സമയം ഭയങ്കര തിരക്കാ. നമ്മൾ ആൻ ബെൻസനെ ഇനി കണ്ടുപിടിക്കണം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, ആൻ ബെൻസൺ നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫൈനലിലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വിവരം അറിയിക്കാൻ വന്നതാണ്. അപ്പോൾ ആൻ ബെൻസനെ ഒന്ന് വിളിക്കാമോ? ഒത്തിരി സന്തോഷം, ആൻ സെലക്റ്റഡ് ആയെന്ന് കേൾക്കുന്നതിൽ ഞാൻ വിളിക്കാം. ഓക്കെ, ഷുവർ. നമുക്ക് ചെറിയൊരു പണി പറ്റിയെന്നാ തോന്നുന്നത്. ആൻ ബെൻസൺ ഇന്ന് ആബ്സെൻ്റ് ആണ്. നമുക്കിനി എന്താ ചെയ്യുക? നമുക്ക് സാറിനോട് റിക്വസ്റ്റ് ചെയ്താലോ ആൻ ബെൻസൺ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കാൻ പറ്റുമോ? സർ, ഞങ്ങളുടെ വക ഒരു റിക്വസ്റ്റാണ്. ഇത്രയും വലിയൊരു സർപ്രൈസ് തരാൻ വന്നതല്ലേ. അപ്പോൾ ആൻ ബെൻസനെ എന്തെങ്കിലും പറഞ്ഞൊന്ന് ഇങ്ങോട്ടൊന്ന് വിളിക്കാമോ ഞങ്ങൾക്ക് വേണ്ടി? ഞാൻ ആൻ ബെൻസനെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഓക്കെ. നാളെ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു ഫംഗ്ഷനുണ്ട്, അതിനുവേണ്ടി എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. എന്നാലും ഞാൻ ആൻ ബെൻസനെ വിളിക്കാം, അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാം. താങ്ക് യു സർ. താങ്ക് യു സർ. അപ്പോൾ വി ആർ വെരി ലക്കി. നമ്മൾ ആൻ ബെൻസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഹർ. സർപ്രൈസ്! യു ആർ സെലക്ടഡ്. ഓ, എന്തൊരു ഞെട്ടലായിരുന്നു അത്. ഫാദറുണ്ടാവും ഞങ്ങളോട് സർപ്രൈസ് തരാൻ. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ സർപ്രൈസ്? ഫാദറിനോടാണ് വലിയ താങ്ക് യു പറഞ്ഞത്. അല്ലെ ഞങ്ങൾ സർപ്രൈസ് ഒക്കെ കൊള്ളായാണ്. ഞെട്ടിപ്പോയോ? അതാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. താങ്ക് യു ഫാദർ. അപ്പോൾ ഈ സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേന്. ആൺകുട്ടിക്ക് ഇതൊരു ചെറിയൊരു സർപ്രൈസ് ആയിട്ടുള്ളൂ. ഇനി അമ്മയ്ക്കാണ് വലിയ സർപ്രൈസ് അല്ലേ. അപ്പൊ നമുക്ക് അമ്മയെ വിളിച്ചറിയിക്കണ്ടേ? വിളിക്കാം. ഓക്കെ, അമ്മയെ വിളിക്കാം. അമ്മയുടെ ഫോൺ നമുക്ക് സ്പീക്കറിൽ ഇട്ടാലോ? അപ്പൊ റിയാക്ഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം.
ഹലോ ചേച്ചി ഒരു മിനിറ്റ്, ഞാൻ ദാ ആൻമോൾക്ക് കൊടുക്കാം. ഹലോ അമ്മ. ഞാന് ഫാദർ വിളിപ്പിച്ചപ്പോ ഞാൻ വിളിച്ചു വേറെന്തെങ്കിലും കാര്യം പറയാനായിരിക്കും. എന്നിട്ട് ഇവിടെ നോക്കിയപ്പോ അഞ്ജലി ചേച്ചി ഇവിടെ നിന്ന് നിൽക്കുന്നു. അയ്യോ എന്തൊരു സ്നേഹം, ഞങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുന്നു കേട്ടോ. അതായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നതും. അപ്പൊ ഫാദർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ ചേച്ചി, നമ്മളപ്പോ ഇനി വീട്ടിലോട്ട് വരാം, ബാക്കി കാര്യങ്ങളപ്പോ അവിടെ വെച്ച് സംസാരിക്കാം. ഓക്കെ. സ്കൂളിൽ ചെന്ന് സർപ്രൈസ് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ നിൽക്കുന്നത് ആൻബെൻസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ആൻബെൻസിൻ്റെ ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ. ആൻബെൻസിൻ്റെ അമ്മ, അച്ഛൻ. നമുക്ക് അച്ഛനിൽ തുടങ്ങാം, കാരണം ആൻബെൻസിൻ്റെ അമ്മയെ നമ്മൾ ഒരുപാട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ അടുത്ത് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. പക്ഷെ അതിന് മുന്നേ അച്ഛനിൽ നിന്ന് തുടങ്ങാം. പറയൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പം എന്ത് പറയണു? കുറേ ദിവസമായിട്ട് ഞങ്ങളിങ്ങനെ ഇതും പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്നാണെങ്കിൽ വരുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ വിളിക്കുന്നത് ഇങ്ങനെ, അച്ഛൻ്റെ അവിടെ സ്കൂളിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ ലീവിനൊന്നും അങ്ങോട്ട് പോവുകയാണ്. അതുകൊണ്ട് മോളെ ഒന്ന് പെട്ടെന്ന് സ്കൂളിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓടി എത്താൻ പറ്റില്ല, അനിയത്തിയാണ് കൊണ്ടുവരുന്നത്. എന്നാലും ഞാൻ പെട്ടെന്ന് എന്താ വിശേഷം ഉണ്ടെന്ന് വെച്ചാൽ ഓടി സ്കൂളിലേക്ക് വരികയായിരുന്നു. അവിടെ വന്നപ്പോഴേക്കും ഒന്നും മനസ്സിലായില്ല, വണ്ടി ഒന്നും കണ്ടതുമില്ല. മുകളിലേക്ക് വന്നപ്പോഴാണ് ഒരു ടീച്ചർ പറഞ്ഞു ഇങ്ങനെയാണ് ആൻബെൻസൺ ഫൈനലിലേക്കായി. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആരെ കാണണമെന്നോ മോളെയും കാണുന്നില്ല, അച്ഛനും കാണുന്നില്ല. ആകെ ഞെട്ടിപ്പോയി. പിന്നെ മോളെവിടെയാന്നുള്ള നിങ്ങളെവിടെയാന്നുള്ളൊരു ഇതായിപ്പോയി. നോക്കിയപ്പോൾ അച്ഛൻ്റെ റൂമിൽ തന്നെ ഉണ്ട്. പിന്നെ വളരെ സന്തോഷമായി. കാരണം വെച്ചാൽ ആദ്യം തന്നെ അമ്മയുടെ ഒരു കാരുണ്യം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും ആ കാരുണ്യം അങ്ങനെ നിലനിൽക്കുന്നു. വളരെ സന്തോഷമുണ്ട്, എന്ത് പറയണമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. സർ എന്ത് ചെയ്യുന്നു? ഞാനൊരു സൗണ്ട് എഞ്ചിനീയറാണ്. ഇച്ചിരി പഴയൊരു സൗണ്ട് എഞ്ചിനീയറാണ്. ദേവരായ മാഷിൻ്റെ ആ കാലം തൊട്ടേ പുള്ളിയോടൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴുള്ള കാലഘട്ടം വരെ നിൽക്കുന്ന ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. എനിക്ക് ബെൻസൺ ഒരു സ്റ്റുഡിയോ ഉണ്ട്. മിക്കവാറും പ്ലേബേ സിംഗേഴ്സ് എല്ലാം അവിടെ ഉണ്ടാവും, പാടാനൊക്കെ ഉണ്ടാവും. മിക്കവാറും ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് അറിയാവുന്നവരായിരിക്കും. അങ്ങനെയുള്ള ഒരു മേഖലയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാം ഉണ്ട്, അക്കോസ്റ്റിക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ആക്ച്വലി വേറൊരു തിയേറ്ററിന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് മോളെ ഇങ്ങനെ വരും എന്ന് പറഞ്ഞ് ഓടി വന്നത്. സത്യത്തിൽ അവിടെ എല്ലാവരും കളഞ്ഞിട്ടാണ് വന്നത്. സാർ പോകില്ലേ എന്നൊക്കെ ഞാൻ കൂടെ നിൽക്കുന്നവർ പറയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ അതുപോലും ഞാൻ വിട്ടിട്ട് ഓടുകയായിരുന്നു. തീർച്ചയായിട്ടും അവളുടെ കഴിവ് നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു. പക്ഷേ അത് സത്യത്തിൽ അമൃത എന്നൊരു വലിയ ചാനലിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മകള് ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തി. അതെനിക്ക് എങ്ങനെ അമ്മയോട് എത്ര നന്ദി പറയണമെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഇത് വർക്ക് ചെയ്ത ക്രൂസിനോട്, പ്രത്യേകിച്ച് അനൂപ് സാറ്, അതുകൊണ്ട് ബന്ധപ്പെട്ട എല്ലാവരും എനിക്ക് ഒരു ആയിരം നന്ദി അത്രേ പറയാനുള്ളൂ. ജഗദീഷിനോട് പ്രത്യേകം എല്ലാവരുടെ ആയുസിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ശരിക്കും ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. ആൻ വളരെ ലക്കിയാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ശരിക്കും നമുക്ക് കാണാം കേട്ടോ ചേട്ടൻ്റെ. ഇന്ന് നമുക്ക് ചേച്ചിയുടെയിലേക്ക് വരാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ലക്കി ഫാക്ടർ പറഞ്ഞു. ഏറ്റവും ലക്കി എന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടർ ഫാമിലി തന്നെയാണ്. കാരണം എന്ത് ടാലൻറ്റഡ് ആണെന്നറിയോ, എല്ലാവരും പാട്ടുകാരാണ്, വീട്ടിലുള്ള എല്ലാവരും പാട്ടുകാർ. അതുമല്ല ആനിന് വേറൊരു ഗുരുവിനെ തപ്പി പോകേണ്ട ആവശ്യമില്ല, സ്വന്തം അമ്മ തന്നെയാണ് പഠിപ്പിക്കണത്. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട്. പറയൂ ചേച്ചി, എങ്ങനെ സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം ഹാങ് ഓവർ ഇതുവരെ മാറിയില്ല. അഞ്ജലിയുടെ കോൾ വന്നത് കാരണം സ്കൂളിലായിരിക്കും വരുന്നതെന്നുള്ളൊരു അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഒരിക്കലും വിചാരിച്ചില്ല. വല്ലാത്തൊരു ഇതായിപ്പോയി. എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, പറയാതിരിക്കാൻ പറ്റൂല. ഞങ്ങൾക്കും സന്തോഷം. ആ ഒരു സർപ്രൈസ് കറക്റ്റ് ആയിട്ട് അവിടെ ഹിറ്റ് ചെയ്തു എന്നുള്ള എൻ്റെ ഒരു ഇല്ലേ. അപ്പോൾ മോൾ എങ്ങനെയാണ് ഈ സൂപ്പർ സ്റ്റാർ ജൂനിയറിലോട്ട് വരണ ആ ഒരു ഇതൊന്ന് പറയാമോ? വരവ്
ഫാമിലിയുടെ കാര്യം ഇനി പ്രത്യേകിച്ച് വേണ്ട, വേണ്ട. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ മോളൊരു 2-2.5 വയസ്സ് തൊട്ട് അവൾക്ക് ടാലൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെക്കാൾ അവളെ എൻകറേജ് ചെയ്യുന്നത് എൻ്റെ കസിൻസ് ഒക്കെ ആയിരുന്നു. ഇതും ഇതിനും ഒരു റീസൺ അവർ തന്നെയാണ്. അതിൽ സജിൻ എൻ്റെ കസിൻ, അവനിപ്പോൾ എറണാകുളത്താണ്, സിംഗറാണ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സജിൻ നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ആഡ് ഇങ്ങനെ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് വന്ന് ഓഡിഷൻ്റെ ഇങ്ങനെ മെസ്സേജ് ചേച്ചി ഇങ്ങനെ ഉണ്ട്, മോളെ വിടണം. അപ്പോൾ ഇവൾക്ക് അങ്ങനെ ഒത്തിരി സോങ്സ് ഒന്നും അറിയില്ല. അപ്പോൾ ഒരു 3rd സ്റ്റാൻഡേർഡിൽ അപ്പോൾ ആ ഒരു സീരീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മോനെ അവൾക്ക് പാട്ടുകളൊന്നും അറിയില്ല, ചേച്ചി വെറുതെ വിട അവൾ ജസ്റ്റ് പാട്ട് അവൾക്ക് ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവളിത് കേട്ടിട്ട് പറഞ്ഞു അമ്മ ഒരു പാട്ട് എനിക്ക് പാടിയാൽ മതി, അമ്മ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞു. മോളെ ഒത്തിരി സോങ്സ് അറിയാമെങ്കിൽ ഇതിൽ പോകാൻ പറ്റുള്ളൂ, അടുത്ത വർഷം അമ്മ മോളെ നിറയെ സോങ് ഒക്കെ പഠിപ്പിച്ചിട്ട് വിടാം. അപ്പോൾ ഇവൾക്ക് ഭയങ്കര അമ്മ വെറുതെ അയക്കുക. ആ നിർബന്ധം ഞാൻ ഇത് വിളിക്കുമെങ്കിലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് അയച്ചത്. അങ്ങനെ ഒരു പാട്ട് പാടാൻ വന്നതായിരുന്നു. ഒരു പാട്ട് പാടി നമ്മുടെ ആൻ ബെൻസിന് ഇപ്പൊ എത്തിയിരിക്കുകയാണ് ഫൈനലില്. ഭയങ്കര ഹാപ്പിയാണ് സത്യത്തിൽ. ചേച്ചി നല്ലൊരു പാട്ടുകാരിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. കുറെ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അല്ലാതെ എന്താണ് ചേച്ചി ചെയ്യണേ? ഞാൻ മോളുടെ സ്കൂളുണ്ടല്ലോ, ക്രൈസ്റ്റ് നഗർ സ്കൂളിൽ മ്യൂസിക് ടീച്ചറാണ്. ആഹാ, അത് ശരി. 10-11 വർഷമായിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന. അതിനോടൊപ്പം എനിക്ക് കലാങ്കൺ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മ്യൂസിക് ആൻഡ് ഡാൻസ്. ഞാൻ എൻ്റെ ഫ്രണ്ട് ശാരദ തമ്പി, ഞങ്ങൾ രണ്ടുപേരും കൂടി നടത്തുന്ന 4 വർഷമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ പാഷൻ തന്നെ പ്രൊഫഷൻ ആക്കി. അതെ. ഓക്കെ, അപ്പൊ അത് തന്നെ മോളിലേക്കും പകർന്നു വന്നു. പിന്നെ ഞാൻ ഒരു കാര്യം പറയണം, മോളുടെ അവാർഡ്സും ഒക്കെ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ അമ്മയുടെ അവാർഡ്സും ഇങ്ങനെ ഒപ്പത്തിനൊപ്പം നിൽക്കാണ് കേട്ടോ എല്ലായിടത്തും. അപ്പൊ നമ്മുടെ ഫൈനലിൽ എത്തിച്ചേർന്നതിനെ പറ്റി എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഫൈനല് ഇപ്പോൾ മോൾക്ക് ടാലൻറ്റ് അവൾക്കുണ്ട്, അത് ശരി തന്നെ. എങ്കിലും ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള ഓരോ കണ്ടസ്റ്റൻസും ഞങ്ങൾ ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ഓരോ കുട്ടികളുടെയും പാട്ട്. അപ്പോൾ അവർക്കൊപ്പം മോള് ഈ ഒരു സ്റ്റേജിൽ എത്തി എന്ന് പറഞ്ഞാൽ അവൾ ഓരോ പാട്ട് അവൾ പാടി കയറുമ്പോഴും ഞങ്ങൾക്ക് അതൊരു ബോണസ് പോലെ ആയിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഫൈനൽ എന്നുള്ള ശരിക്കും അങ്ങനെ ഒരു ചിന്ത മനസ്സിലില്ലായിരുന്നു. അവൾ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മോൾക്ക് സൂപ്പർ സ്റ്റാറിൽ വന്നതിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു സന്തോഷം അതാണ്. അവൾ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ്. അപ്പം അതിനോടൊപ്പം ഫൈനലിലും കൂടെ എത്തി എന്ന് പറഞ്ഞപ്പോൾ അതിന് വാക്കുകളില്ല, ശരിക്കും അത്ര ഹാപ്പിയാണ്. ശരിക്കും അപ്പൊ നമ്മുടെ ഫൈനലിൽ നമ്മൾ തകർക്കല്ലേ? എന്ത് നല്ല അച്ഛനും അമ്മയാണ് കിട്ടിയിരിക്കണേ അല്ലേ? അവര് വഴക്ക് പറയില്ല, ടെൻഷൻ തരില്ല, മോള് പാടണ പോലെ തന്നെ പാടിയാ മതി, അങ്ങനെ തന്നെ പറയണ ഒരു അച്ഛനും അമ്മ. പറയൂ, എന്താണ് അച്ഛനമ്മ എങ്ങനെ ഉണ്ടാവും നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ ഇങ്ങനെ പോകുമ്പോ? എൻജോയ് തന്നെയാണോ പോയ അമ്മ പറഞ്ഞ പോലെ തന്നെ? ആണോ? ഇഷ്ടായിരുന്നു. കൊറേ ഫ്രണ്ട്സിനെയൊക്കെ ഉണ്ടാക്കിയില്ലേ അവിടെ വന്നിട്ട്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടി ഉണ്ടായിരുന്നോ സ്റ്റേജിൽ പോയി പാടുമ്പോ? പാടാൻ തുടങ്ങുമ്പോ കുറച്ച് പേടിയൊക്കെ കാണും, പിന്നെ കുഴപ്പമില്ലാതെ നന്നായിട്ട് കോൺഫിഡൻസ് ആണ് പാടാൻ പറ്റും. അപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്, പാട്ടൊക്കെ നമ്മൾ നന്നായി പാടും. പിന്നെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു ആദ്യത്തെ സ്റ്റേജാണ് ഈ സൂപ്പർ സ്റ്റാർ ജൂനിയർ. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫൈനലിൽ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹമാണ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. കോൾസ് ഒക്കെ കിട്ടാറുണ്ടോ? ഫാൻസ് ഒക്കെ ഉണ്ടോ? ഫാൻസ് ഒക്കെ ഉണ്ട്. അത് ശരി. അപ്പൊ അവരോടൊക്കെ പറയൂ, നന്നായി പ്രാർത്ഥിക്കണം, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ മോള് പങ്കെടുത്തതിൻ്റെ ഇതായിട്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസാണ് ഉള്ളത്. അവൾക്ക് ഒത്തിരി മിക്കവാറുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും നിന്നും അവൾക്ക് കോൾസ് വരാറുണ്ട്. ഞങ്ങൾ അതിലൊക്കെ വളരെയധികം ത്രില്ഡാണ്. ഓരോ പാട്ട് കാണുമ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കോൾസൊക്കെ അവൾക്ക് ഒത്തിരി അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും അങ്ങനെ ഒത്തിരി സ്ഥലത്തു നിന്ന് കോൾസൊക്കെ വരുന്നുണ്ട്. ഇത് കാണുന്ന എല്ലാവരോടും മോളിപ്പോൾ നിങ്ങളുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടി അവൾ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവിധ അനുഗ്രഹങ്ങളും അവൾ പാടുമ്പോൾ കൂടെ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. ഇവളുടെ ഒപ്പം തന്നെ എല്ലാ ഫൈനൽ കണ്ടസ്റ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ ആൻമോളെ, ഫാമിലിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ട്, നമ്മുടെ വ്യൂവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ഹോൾ ക്രൂവിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഇനി മോള് നന്നായി പാടും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക ഫോർ ദ ഗ്രാൻഡ് ഫിനാലെ. അതിനു മുന്നേ ഇതുവരെ മോളുടെ ഓഡിഷൻ തുടങ്ങി ഇവിടെ വരെയുള്ളൊരു ജേർണി നമുക്കൊന്ന് പോയി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ഓർത്തെടുക്കാം എത്ര നല്ല പെർഫോമൻസ് ആണ് മോള് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ നമ്മളിപ്പോ എവിടെയാ
ചേച്ചിയുടെ അമ്മ നടത്തുന്ന കലാങ്കൻ എന്നുള്ള ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിലാണല്ലേ. അപ്പോൾ ഇവിടെ തന്നെ വെച്ച് മോളുടെ പാട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാൻ പോകുന്നതിൽ വളരെ ഒരു സന്തോഷം. അപ്പോൾ എനിവേ മോളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് ആദ്യം തന്നെ മോളെ കാണുമ്പോൾ തന്നെ ഓർമ്മ പറഞ്ഞത്. ബിക്കോസ് അത് വളരെ ടഫ് സോങ് ആയിരുന്നു. ചിത്ര ചേച്ചി പാടി വെച്ച നല്ലൊരു പാട്ടായിരുന്നു അല്ലേ. അതിനെ പറ്റി പറയൂ. അതെൻ്റെ ആദ്യത്തെ സോങ് ആയിരുന്നു. അപ്പം ഞാനിത് അമ്മയടുത്ത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ചോദിച്ചു, അമ്മ ഈ പാട്ടൊക്കെ അമ്മ വേറെ 5 പാട്ടായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അത് അയക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ അയച്ചു. എന്നിട്ടും എനിക്ക് ഈ പാട്ട് കിട്ടി. എന്നിട്ട് എനിക്ക് ഞാനത് പഠിച്ച് ഇവിടെ വന്ന് പാടി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എനിക്ക് ചിത്രാൻ്റി പാടിയതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. അപ്പോൾ എനിക്ക് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായി. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ലാത്ത ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ്ങും കൂടെ അതായത് പാടിയപ്പോൾ എനിക്ക് പേടി തോന്നിയില്ല? അത്രയൊരു ടഫ് സോങ് പാടുമ്പോൾ ആദ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാട്ട് പാടി തുടങ്ങിയപ്പോഴൊന്നും കുഴപ്പമില്ല, നന്നായിട്ട് പാടി. ഓക്കെ. അപ്പോൾ ആരാ പഠിപ്പിച്ചെന്ന ഈ പാട്ട്? അമ്മ. അമ്മയാണോ? ആഹാ, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ നന്നായി പഠിപ്പിച്ചെന്നുണ്ടാവില്ലേ? അതെ. നമുക്ക് ആ പാട്ട് ഒന്നുകൂടി കണ്ടാലോ? ഓക്കെ. മോളുടെ അമ്മ നല്ലൊരു പാട്ടുകാരിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ കുറേ കേട്ടിട്ടുണ്ട് അമ്മയുടെ പാട്ട്. മോൾക്ക് എല്ലാ ദിവസവും കേൾക്കാനുള്ളൊരു ഭാഗ്യമുണ്ട് അല്ല. എല്ലാ ദിവസവും അമ്മയുടെ പാട്ട് കേട്ട് ഉറങ്ങുകയും ഉണരുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ മോളുടെ അമ്മ പാടി കേട്ടതിൽ ഒരു പെർട്ടിക്കുലർ സോങ്ങിനെ എനിക്ക് അതൊന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് അതിന് പറ്റിയുള്ളൊരു സ്റ്റേജായിരുന്നു, മോൾക്ക് പാടാൻ പറ്റിയൊരു സ്റ്റേജായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ആ ഒരു വൺ പെർട്ടിക്കുലർ സോങ് മോൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഈ സ്റ്റേജിൽ? ഉണ്ട്. ഏതായിരുന്നു? ഖോന്തി എന്ന ഫിലിമിലെ ലഗ്ജാഗലെ എന്നാണ് ഞാൻ. ആ സോങ് അമ്മയ്ക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അതും മദേഴ്സ് ചോയ്സ് റൗണ്ടിലാണ് പാടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ അത് കേട്ടിട്ടുകൂടിയില്ല. അത് ഈ ഷോയ്ക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അമ്മ എനിക്ക് പറഞ്ഞു തന്നൊരു പാട്ടാണ്. അത് ഞാൻ ഒറ്റ പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മാത്രമല്ല എനിക്ക് എൻ്റെ ഫേവറേറ്റായ സിംഗർ ലതാജിയാണ്. അപ്പോൾ ലതാജിയും കൂടെ പാടിയുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു സോങ്ങാണത്. അതും എനിക്ക് മദേഴ്സ് ചോയ്സിൽ പാടാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പാടിയ പാട്ട് നമുക്ക് ഒന്നും കൂടി കാണാം. ഓക്കെ. लग जागने की फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात न हो. लग जागने की फिर हंसी മോളുടെ അമ്മ പറഞ്ഞു മോള് സുശീലാമ്മേൻ്റെ ഒരു പാട്ട് കുറേ ഇമിറ്റേറ്റ് ചെയ്ത് പാടുമായിരുന്നു. അപ്പോൾ അത് പെർഫോം ചെയ്യാൻ പറ്റി ഇവിടെ. അപ്പോൾ അത് പെർഫോം ചെയ്യുന്നതിന് മുന്നേ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അത്ര, അതെങ്ങാനും കോപ്പി ആയി പോവുമെന്ന്. അപ്പോൾ ആ പാട്ടിനെ പറ്റി ഒന്ന് പറയൂ.
എനിക്ക് സുശീലമ്മയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് മലർക്കൊടി എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഈ പാട്ട് കിട്ടിയത്. അങ്ങനെ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ ഈ പാട്ട് എനിക്ക് ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ പാടണമെന്ന് പറഞ്ഞു. എന്നിട്ടാണ് അമ്മ ആ പാട്ട് സെലക്ട് ചെയ്ത് അയച്ചത്. അത് ശരി. അപ്പൊ നന്നായി പക്ഷെ പാടിയല്ലേ, കോപ്പി ഒന്നായിട്ട് തോന്നിയില്ല. അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കാണാം. പാടി പാടും രാഗങ്ങളിൽ നീലാവാടുന്ന യാമങ്ങളിൽ എന്നരികിൽ ഒരു നിഴലാ ഞാൻ വന്നൊരു ഗൽഗതമാ. പാടി പാടുന്ന രാഗങ്ങളിൽ നീലാവാടുന്ന യാമങ്ങളിൽ എന്നരികിൽ ഒരു നിഴലാ ഞാൻ വന്നൊരു ഗൽഗതമാ. ആൻകുട്ടി ലതാജീൻ്റെ വലിയൊരു ഫാനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ലതാജീൻ്റെ എത്ര പാട്ടുകളാണ് പാടിയിട്ടില്ലേ? 3 പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം അതിൽ അടുത്തൊരു ഫേവറേറ്റ്, നേരത്തെ ഒരു സോങ് പറഞ്ഞു, അപ്പം അടുത്തൊരു ഫേവറേറ്റ് പറയൂ. അടുത്തൊരു ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഓ സജന എന്ന് പറഞ്ഞ പാട്ടാണ്. അപ്പോൾ എനിക്ക് ആ പാട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കരമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു സോങ്ങാണ്. അത് മാത്രമല്ല ലതാജി പാടിയും കൂടെ ആയിരുന്നു. ഭയങ്കര സന്തോഷമുള്ള, ഭയങ്കര ഇതാണ്. അത് മാത്രല്ല, അമ്മ പറഞ്ഞു ലതാജീനെ കാണണം എന്നാണ് മോളുടെ ഏറ്റവും വലിയ വിഷ് എന്ന്. ആണോ? അപ്പൊ ഇത് കണ്ടിട്ട് ലതാജി വന്ന് കാണട്ടെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ആ പാട്ടൊന്ന് കണ്ടാലോ? ഓക്കെ. നടത്തുന്ന കലാംഗൻ മ്യൂസിക് ആൻഡ് ഡാൻസ് സ്കൂളാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. അവിടെ പാട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? മോള് വരാറുണ്ടോ അവിടെ പഠിക്കാൻ? ഉണ്ടോ? മോളുടെ അമ്മ തന്നെയാണല്ലേ മോളുടെ ഗുരു? ഓക്കെ, അപ്പോൾ ബാക്ക് ടു പെർഫോമൻസ് വരുമ്പോൾ നമ്മളൊക്കെ ഞെട്ടിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫാമിലി റൗണ്ടിൽ ആൻ ബെൻസൺ ആൻഡ് ഫാമിലി വന്ന് പെർഫോം ചെയ്തത്. കുറച്ച് ആൾക്കാരേ ഉള്ളൂ കേട്ടോ, മുഴുവൻ ഫാമിലി ഒന്നും ഇല്ല. നമ്മളന്നും പറഞ്ഞു പകുതി ഫാമിലി ഉണ്ടായുള്ളൂ. പക്ഷെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് പറയൂ. സത്യത്തിൽ ഈ റൗണ്ട് വന്നപ്പോൾ ആദ്യം അമ്മ ആലോചിച്ചു ഏത് പാട്ട് കൊടുക്കണം എന്ന്. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് എനിക്കും ഒന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മ കുറേ നേരം ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ആ പാട്ട് ഇങ്ങനെ മനസ്സിൽ വന്നത്. അവസാനം ഇത് ആരെ വെച്ച് ഇങ്ങനെ നടത്തും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ അമ്മ തന്നെ പറഞ്ഞു നമ്മുടെ ഫാമിലി എല്ലാവരും മ്യൂസീഷ്യൻസ് അല്ലേ, അപ്പോൾ അവരെ കൊണ്ട് നമുക്കത് അങ്ങ് നടത്താമെന്ന്. എന്നിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ ഹരിഹരൻ സാറിന്റെ മുമ്പ് വെച്ച് അവതരിപ്പിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും അതൊരു ഭയങ്കര വെരി നൈസ് എപ്പിസോഡായിരുന്നു ഹരിഹരൻ സാറിന്റെ. അതുകൂടാതെ മോളുടെ പെർഫോമൻസും വളരെ നല്ലതായിരുന്നു. എനിവേ നമുക്കതൊന്നും കൂടി കാണാം.
ഇവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. മോള് ഫൈനലിൽ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. കാര്യം എല്ലാ കൊച്ചുങ്ങളും നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. അവരുടെ ഇടയിൽ മോക്ക് അതിൽ വരാൻ സാധിച്ചതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൽ അതിയായ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഫാമിലി മൊത്തം എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഇന്ന് തന്നെ ഫൈനലിലോട്ട് മോൾ സെലക്ട് ചെയ്തതിൽ എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലി മൊത്തം എല്ലാ സപ്പോർട്ടും മോൾക്കുണ്ടാവും. വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളുടെ ഫാമിലി ഫുൾ. സ്റ്റീഫൻ ചേട്ടൻ പറയുന്ന പോലെ നമ്മുടെ ആൺകുട്ടി സൂപ്പർ സ്റ്റാർ ജൂനിയർ ഗ്രാൻഡ് ഫിനാലെ വരാണ്. ബാക്കിയെല്ലാം മറന്നിട്ട് ഫോക്കസ് ഓൺ ദി മ്യൂസിക്. നന്നായി പാടൂ. ഇപ്പോൾ ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.